ഏഷ്യാനെറ്റ് കോമഡി കുക്സ് റിയാലിറ്റി ഷോയുടെ 5ാം എപ്പിസോഡിലെ വിശേഷങ്ങൾ എങ്ങനെ മെയ് 2 ശനിയാഴ്ചയാണ് ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തത്. പതിവ് പോലെ പുതിയ പേരുകളുടെ സെലക്ഷനും അഡ്വാൻറ്റേജ് ടാസ്കുമാണ് ഈ എപ്പിസോഡിൽ അവതാരകയായ ട്വിങ്കിൾ ആദ്യം കുക്കുകളെ വിളിച്ചു. ആദ്യം 6 കുക്കുകൾ എത്തി. വരാത്ത 2 പേരെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടന്നു. അനുമോളുടെ കുതന്ത്രമാണെന്നും എല്ലാവരെയും ഒഴിവാക്കി അവസാനം ഒറ്റയ്ക്ക് വിന്നറാകാനുള്ള തന്ത്രമാണെന്നുമൊക്കെയുള്ള തരത്തിൽ സംസാരം മുന്നോട്ട് പോയി. പിന്നീട് ജഡ്ജസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം ബാക്കി 2 കുക്കുകളായ സാബുമോനും ശബരീഷും എത്തുന്നു. പൂക്കികളെ തിരഞ്ഞെടുക്കാനുള്ള ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നു. ഇതിനിടയ്ക്ക് പൂക്കികളിൽ നിവിനെ മാത്രം വേണ്ട എന്ന് സാബുമോൻ പറയുന്നു. പിന്നാലെ പലരും നിവിൻ്റെ പ്രശ്നങ്ങൾ തമാശയായി രസകരമായി അവതരിപ്പിക്കുന്നു. ഈ ആഴ്ച പൂക്കികളെ തിരഞ്ഞെടുക്കാനുള്ള രീതി ഇതാണ്. അവിടെ ഒരു ഗ്രാമഫോണും 8 ഡിസ്കുകളും ഉണ്ടാകും. അതിൽ നിന്ന് ഡിസ്കിൻ്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ചിത്രം നോക്കി ഒരു പൂക്കിയെ തിരഞ്ഞെടുക്കണം. ആ ഡിസ്കിലെ പാട്ട് കേട്ട് ഓരോ പൂക്കികളും എത്തും. തിരഞ്ഞെടുക്കപ്പെട്ട കുക്കുകളും പൂക്കികളും ഇവരാണ്. അനുമോൾ തിരഞ്ഞെടുത്തത് ബാലാമണിയായി എത്തിയ എവിനെയാണ്. സുചിത്ര തിരഞ്ഞെടുത്തത് രാജമാണിക്യമായി എത്തിയ മീനാക്ഷിയെയാണ്. ശബരീഷ് ആടുതോമയായി എത്തിയ കെവിനെ തിരഞ്ഞെടുത്തു. സന്ധ്യാമ്മ തിരഞ്ഞെടുത്ത ഭരത് ചന്ദ്രൻ IPS ആയി എത്തിയത് നെവിനായിരുന്നു. ജിയോ മച്ചാൻ രംഗാണ്ണനായി എത്തിയ ശ്രീവിദ്യ മുല്ലച്ചേരിയെ തിരഞ്ഞെടുത്തു. അൻസിബയ്ക്ക് തിരഞ്ഞെടുക്കാനായത് റോക്കി ബൈ ആയി എത്തിയ സുബിൻ ടാർസനെയാണ്. സാബുമോൻ സാഗർ കോട്ടപ്പുറമായി എത്തിയ അശ്വിനെ തിരഞ്ഞെടുത്തു. അവസാനം ഹംഗ്രി മാഹിക്ക് കിട്ടിയത് ചിന്താമണി കൊലക്കേസ് സിനിമയിലെ അഡ്വക്കേറ്റ് ലാൽകൃഷ്ണയായി എത്തിയ ഡെയ്ൻ ഡേവിസിനെയാണ്. പിന്നീട് നടന്ന അഡ്വാൻറ്റേജ് ടാസ്ക് ഇങ്ങനെയായിരുന്നു. ഓരോ ടീമിനും 5 മിനിറ്റ് വീതം ലഭിക്കും. ഈ സമയം കൊണ്ട് കണ്ണുകെട്ടി 10 ഐറ്റംസ് തിരിച്ചറിയണം. 5 എണ്ണം കുക്കുമാരും 5 എണ്ണം പൂക്കികളും. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ടീം അഡ്വാൻറ്റേജ് ടാസ്ക് വിന്നറാകും. ആദ്യ റൗണ്ടിൽ 3 ടീമുകൾ 7 ഐറ്റങ്ങൾ വീതം തിരിച്ചറിഞ്ഞു. അങ്ങനെ മത്സരം ടൈയിലെത്തി. സാബുമോൻ അശ്വിൻ ടീം, അൻസിബാസ് സുബിൻ ടീം, അനുമോൾ എവിൻ ടീം എന്നിവരാണ് ഈ 3 ടീമുകൾ. പിന്നീട് ഇവരിലെ പൂക്കികൾക്ക് 1 മിനിറ്റ് കൊണ്ട് 3 സാധനങ്ങൾ തിരിച്ചറിയാൻ അവസരം നൽകി. ഇതിൽ മുന്നിലെത്തുന്ന പൂക്കിയുടെ ടീം വിജയിക്കും എന്നതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഈ 3 ടീമുകളുടെയും പൂക്കിമാർ ഓരോ ഐറ്റം വീതം തിരിച്ചറിഞ്ഞ് വീണ്ടും മത്സരം ടൈയിൽ അവസാനിച്ചു. പിന്നീട് ഇവർ എടുത്ത സമയത്തിന്റെ പരിഗണന നൽകി. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ടാസ്ക് അവസാനിപ്പിച്ച സാബുമോൻ, സാഗർ കോട്ടപ്പുറമായി എത്തിയ അശ്വിൻ എന്നിവരുടെ ടീം ഈ ആഴ്ചയിലെ അഡ്വാൻറ്റേജ് ടാസ്ക് വിന്നറായി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.